ഹായ് മക്കളെ, SSLC കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് IT എക്സാമിനെ കുറിച്ചാണല്ലേ. IT എക്സാമിൽ തന്നെ എന്താണ് പ്രാക്ടിക്കൽസ് ഏകദേശം സെറ്റായി വരുന്നുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തിയറിയാണ് സാർ ഏറ്റവും വലിയ ടെൻഷൻ. കാരണം എന്താ, തിയറിക്ക് 10 മാർക്കുണ്ട്. നിങ്ങൾക്ക് ITക്ക് A+ കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത് തിയറിയിലുള്ള ആ 10 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസും തേടി കുട്ടികൾ അലയുകയാണ്. ആ അലച്ചൽ എന്താണ്, ഇന്നത്തോടുകൂടി ഈ നിമിഷത്തോടു കൂടി അവസാനിക്കാൻ പോവാണ്. കാരണം എജ്യൂപോർട്ട് ആപ്പിൽ ഓരോ പാഠത്തിലെയും മാക്സിമം നമ്പർ ഓഫ് തിയറി ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്കൂളിലെ ലാബിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത് അതേ മോഡലിൽ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ പരിശീലിക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ. സോ റെഡി അല്ലേ? ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എജ്യൂപോർട്ട് എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ഈ തൊപ്പിയുള്ള ഈൻ്റെ മുകളിൽ തൊപ്പിയുള്ള ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് OTP വന്ന് നിങ്ങളുടെ ക്ലാസ് SSLC ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹോം പേജിലെത്തും. ഏകദേശം ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ സ്ക്രീനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള എഴുതിയതൊന്നും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഏറ്റവും താഴെ നിങ്ങൾക്ക് IT പ്രാക്ടിക്കൽസ് എന്ന് കാണാൻ പറ്റും. IT പ്രാക്ടിക്കൽസ് എന്ന് കാണാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ICT എന്നുള്ള ഈ സാധനമല്ല കേട്ടോ. ICT എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിൻ്റെ ITയുടെ മുഴുവൻ ക്ലാസ്സസുമാണ് അതിൽ വരുന്നത്. അപ്പം IT പ്രാക്ടിക്കൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തത് തിയറി ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തത് പ്രാക്ടിക്കൽസ് ആണ്. മക്കളെ, ഈ തിയറി ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്താൽ ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ എന്താണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടേക്ക് ടെസ്റ്റ് കൊടുക്കുന്നു, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുണ്ട് ഓരോ പാഠത്തും നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം, അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഫീസും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് പാഠം മെയിൽ മെർജാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ആ മെയിൽ മെർജ് തുറക്കാം. എന്നിട്ട് ആദ്യത്തെ ചോദ്യം കാണും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ നോക്കുക. ടെക്സ്റ്റ് ബുക്ക് എന്നാൽ വലിയ പണിയൊന്നുമില്ല, അവിടെ ഇങ്ങനെ ഓർഡറിൽ നിങ്ങൾ വായിച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക, ശരിയാണോ നോക്കുക, തെറ്റിപ്പോയിട്ട് എന്താ തെറ്റിയെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങൾ വെറുതെ റാൻഡമായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ബൈഹാർട്ട് പഠിക്കാൻ നോക്കരുത്. 500 ചോദ്യങ്ങൾ ഇതിലുണ്ട്, അത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കാനാവില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷകൾ തെറ്റും. അതേ സ്ഥാനത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്ത് ശരി ഉത്തരം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളത് പിന്നെ മറന്നുപോകില്ല, അത് സെറ്റായിരിക്കും. നിങ്ങൾ പരീക്ഷയിൽ അതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ, അല്ലെ അത് റിലേറ്റഡ് ആയിട്ട് അതുപോലെയുള്ളൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലാവും? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ IT എക്സാമിന് ഫെബ്രുവരി 1st വീക്കല്ലേ തുടങ്ങുന്നത്, ഡെയിലി എന്ത് ചെയ്യുക, ഓരോ പാഠം വെച്ച് ചെയ്ത് നോക്കുക. ആൻഡ് ഒരിക്കൽ ചെയ്താൽ പോരാ, നിങ്ങൾ IT എക്സാമിന് തൊട്ട് മുന്നേ ഓരോ പാഠവും 2 തവണ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ 10 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ആൻഡ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ കുട്ടികളുടെ SSLC വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ വാങ്ങിക്കെടുക്കണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ ചാനലും എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളുടെ പേടി വിറ്റ് കാശാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ SSLC വിദ്യാർത്ഥികൾക്കും ഈ ITയുടെ ഈ പറയുന്ന തിയറി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും, അതേപോലെ തന്നെ പ്രാക്ടിക്കൽസിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ, അതും പ്രാക്ടിക്കൽസും ഇതേപോലെ മെയിൽ മെർജും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതും എന്താണ് 100% ഫ്രീ ആണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേരളം പഠിക്കട്ടെ, ITയിൽ ഇത്തവണ എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. കൊട്ടക്ക് കൂടെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല, അവസാനം വരെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പം ശരി, വേഗം തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോ, തുടങ്ങിക്കോ പ്രാക്ടീസ് ചെയ്യാൻ. ബൈ.